പ്രൈസ് ഗോഡ്. ഈ ടൈറ്റാനിക് ഷിപ്പ് സിങ്കാകുന്ന മുങ്ങുന്ന സമയത്ത് ഈ 700 സംതിങ് പേരാണ് രക്ഷപ്പെട്ടതായിട്ട് പറയുന്നത്. അപ്പോൾ തന്നെ അതുകളുടെ 2200ഓളം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേങ്കിൽ അവിടെ ലൈഫ് ബോട്ട് എന്ന് പറയുന്ന ആ സാധനം ഉണ്ടായിരുന്നു. ഇപ്പം രക്ഷപ്പെടാനുള്ളൊരു മാർഗമുണ്ട്. അത് 20 എണ്ണം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആ 20 എണ്ണത്തിലുള്ളതിൽ സേവ് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ ആൾക്കാർ ആ ഷിപ്പിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു പകുതി പേരെ കൂട്ടാൻ പറ്റാത്ത രീതിയിലുള്ള രക്ഷാമാർഗമേ അവർ കരുതിയിരുന്നുള്ളൂ. അത് മാത്രമല്ല, അതിൻ്റെ ഒരു ആവശ്യം വരുമെന്ന് പോലും അവർ പറഞ്ഞിട്ടുണ്ടായില്ല. കാര്യം ഇതിനെ മുക്കാൻ ദൈവം വിചാരിച്ചാലും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് നമ്മളത് കേട്ടിരിക്കുന്നത്. കാര്യം അത്രയ്ക്ക് ഉറപ്പായിരുന്നു അവർക്ക്. ഒന്ന്, രക്ഷാമാർഗം അവർ കണ്ടത് കുറവായിരുന്നു. അതിനകത്ത് തന്നെ എല്ലാ ആൾക്കാരും രക്ഷപ്പെട്ടില്ല. നമുക്ക് ഒരു രക്ഷാമാർഗം ഈ ഭൂമിയിലായിരിക്കുമ്പോഴുണ്ട്. ഒരു മാർഗമേ ഉള്ളൂ. അതാണ് അപ്പോസ്തല പ്രവൃത്തി 4:12 പറയുന്നത്, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അപ്പോൾ യേശു ഒരു വലിയ രക്ഷാമാർഗമായിട്ട് നിൽക്കുക. അപ്പം അവിടെ ഈ പറയുന്ന പോലെ ലൈഫ് ബോട്ടിൻ്റെ സീറ്റിൽ ലിമിറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റുമില്ല. മാനവരാശിയുടെ രക്ഷയ്ക്കായിട്ടാണ് ആ ഒരു വാതിലാകുന്ന ക്രിസ്തു തുറന്നിരിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ കയറിയോ രക്ഷിക്കപ്പെട്ടു, രക്ഷപ്പെട്ടു. അവിടെ ജാതിയില്ല, മതമില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, ആർക്കും ആ ഒരു മാർഗത്തെ ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുക. അതുകൊണ്ട് ആ രക്ഷാമാർഗത്തെ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുക, കണ്ടെത്തുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു.